ഇത് ഒരു മധുര പ്രതികാരത്തിൻ്റെ കഥയും കൂടെയാണ്. ജിൻഡോ ക്യാപ്റ്റനായി മാറുന്നു. ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ല, നമുക്ക് ഏകദേശം എല്ലാം ധാരണയായി. 11 നേട്ടോളം ജിൻഡോ നേടി. അതുപോലെ ഗബ്രി 4 വോട്ട്. പിന്നെ വോട്ടെടുപ്പിൽ സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് നമ്മളെ ജാസ്മിൻ്റെ വോട്ട് മറിച്ചു, അഭിഷേക് ജയദേവിന് കൊടുത്തു. അതുപോലെ തന്നെ ശ്രീരേഖ മാത്രമേ മലയാളത്തിൽ വോട്ട് ചെയ്തുള്ളൂ എന്നുള്ളതും ഈ മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇതൊരു അപൂർവ സംഭവമാണ്. ബാക്കി എല്ലാവരും ഇംഗ്ലീഷിൽ എഴുതി. അത് തന്നെ ഒരാളെങ്കിലും മലയാളത്തിൽ എഴുതിയല്ലോ, അത് തന്നെ സന്തോഷമല്ലേ. ഈ മധുര പ്രതികാരം എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഈ പവർ ടീമിൽ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സമയത്തും നമ്മുടെ ജിൻഡോയെ നോമിനേഷന് വരാറുണ്ട്. ജിൻഡോ നോമിനേഷന് വരുമ്പോഴെല്ലാം 10 വോട്ട് അല്ലെങ്കിൽ 8 വോട്ട് 9 വോട്ട് ആ ലെവലായിരുന്നു. ബിഗ് ബോസിലെ എല്ലാ മത്സരാർത്ഥികളും പറയുന്ന ഒരു പേര്, ജയിലിലേക്ക് പറഞ്ഞു വിടാനും ഒക്കെ പറയുന്ന ഒരു പേര് ജിൻഡോയുടെ പേര് തന്നെയാണ്. ഈ പവർ ടീമിൽ വന്നതിന് ശേഷം മാത്രമുള്ളൂ അതിനൊരു മാറ്റം. പിന്നെ അതുപോലെ മണ്ടൻ എന്ന് പദവി കൊടുത്തപ്പം 16 പേര് മണ്ടനായിട്ട് ജിൻഡോയെയാണ് തിരഞ്ഞെടുത്തത്. അന്ന് ജിൻഡോ കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, എനിക്ക് പവർ ടീമിൽ കയറണം, എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ക്യാപ്റ്റൻ ആകണം എന്ന് പലരോടും ആവശ്യപ്പെടുന്നത് നമ്മൾ കാണും. അതിനുശേഷമാണ് ജിൻഡോയുടെ ഗെയിം മാറുന്നത്. പവർ ടീമിൽ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം പവർ ടീം കയറി. പവർ ടീം എന്താണെന്ന്, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, പവർ ടീം എന്താണെന്ന് അവിടുത്തെ ആൾക്കാർക്കും കാണിച്ചു കൊടുത്തു, നമ്മളെയും കാണിച്ചു തന്നു. അതിൻ്റെ പ്രൗഢി എന്താണ്, അതിൻ്റെ അധികാരം എന്താണെന്നൊക്കെ കാണിച്ചു തന്നു. പിന്നെ ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിനുമായിട്ടുള്ള പവർ ടീമുമായിട്ടുള്ള തർക്കം ഉണ്ടായിരുന്നു. ക്യാപ്റ്റനാണോ പവർ ടീമിനാണോ അധികാരം കൂടുതൽ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴും നമ്മൾ നിലനിൽക്കുക. പവർ ടീം സർവാധികാരി. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ജനാധിപത്യമാണിത്. അവിടെ ജനാധിപത്യത്തിൽ നമുക്ക് രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർക്ക് അധികാരമുണ്ട്. പക്ഷേ എല്ലാവരും കൂടെ മന്ത്രിസഭയാണ് അവിടെ ഭരിക്കുന്നത്. പവർ ടീം മന്ത്രിസഭയായിട്ടും നമ്മുടെ രാഷ്ട്രപതിയെയും ഗവർണറെയോ നമ്മുടെ ക്യാപ്റ്റനായിട്ട് ഓമിച്ചു കഴിഞ്ഞാൽ പവർ ടീമിന് വരുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പവർ ടീം തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ശിക്ഷിക്കാനുള്ള അധികാരം നമ്മുടെ ക്യാപ്റ്റന് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാര്യം ജിൻഡോ ഇവിടെ പ്രാവർത്തികമാക്കുമോ എന്നാണ് എനിക്കറിയേണ്ടത്. കാരണം ക്യാപ്റ്റൻസി പല മാറ്റങ്ങളും അധികാര തർക്കങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ടാകാം. ഈ പ്രാവശ്യം ജിൻഡോയ്ക്കെതിരെ അനുകൂലമായി വോട്ട് ചെയ്യുന്ന ആ ടീം തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ തിരിഞ്ഞേക്കാം. പക്ഷെ ക്യാപ്റ്റൻസി എന്താണെന്ന് ജിൻഡോ ഈ പ്രാവശ്യം കാണിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ബോധ്യം. കാരണം ഒരുപക്ഷെ ബിഗ് ബോസും ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന അതായിരിക്കാം, ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ ആയിരിക്കാം. അധികാരത്തിൻ്റെ കേന്ദ്രം എപ്പോഴും ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ നിയമിക്കുന്നതായിരുന്നു ആദ്യമേ പവർ ടീം. അപ്പം ഗവർണറോ അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് ഒരു മന്ത്രിസഭ തീരുമാനിക്കുന്നത്. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു വ്യക്തി, അവരായുവായിക്കോട്ടെ അല്ലേ, അങ്ങനെയായിരുന്നു നിയമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മന്ത്രിസഭയ്ക്കെതിരെയോ ഏതെങ്കിലും ഒരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ അതിനെ പിരിച്ചുവിടാനും അതിനെ ശിക്ഷ നടപ്പിലാക്കാനും ഒക്കെയുള്ള തീരുമാനം രാഷ്ട്രപതിക്കോ അല്ലെങ്കിൽ ഗവർണർക്കോ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുതന്നെയായിരിക്കും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പദവി കൊണ്ട് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തോ അവിടുത്തെ മത്സരാർത്ഥികൾക്കൊന്നും അത് ബോധ്യം വന്നിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ഇപ്പം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ആ ബോധ്യം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഏതായാലും ഒരു വൻ തിരിച്ചുവരവായിരുന്നു. 16 പേര് മണ്ടയിൽ നിന്നും വിറ്റുകൂട്ടിയ പുള്ളി ക്യാപ്റ്റനായി മാറി.